ഇന്ന് നമുക്കേ ഈവനിങ് സ്നാക്കിന് ഇതുപോലെ ഒരു ലോലിപോപ്പ് ഉണ്ടാക്കിയാലോ. ഇനി നമ്മളെ ആദ്യം 4 മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കട്ടോ. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കട്ടോ. ഉപ്പിട്ടത് എന്തിനാണെന്നറിയോ? മുട്ട പുഴുങ്ങിയതിന് ശേഷം നമ്മൾ തൊലി കളയില്ലേ, അപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമുക്ക് മുട്ട ഗ്രേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കട്ടോ. ഇനി 2 വെല്ലുള്ളി ചെറുതായിട്ട് കട്ടാക്കി എടുക്കട്ടോ. ഇനി ഗ്രേറ്റ് ചെയ്ത മുട്ട ബൗളിലേക്ക് മാറ്റി കൊടുക്കട്ടോ. ഇനി കട്ടാക്കിയ വെല്ലുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതാക്കി കട്ടാക്കിയിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ചെറുതാക്കി കട്ടാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു നുള്ളിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ ഉണക്കമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരല്പം വെള്ളം കുടഞ്ഞിട്ട് കുഴച്ചാൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടെ കുഴച്ചിട്ട് നമുക്കിതിങ്ങനെ ബോൾസാക്കി എടുക്കാം കേട്ടോ. മൊത്തത്തിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി കലക്കിയെടുത്ത മിക്സിലേക്ക് നമ്മുടെ ബോൾസ് എടുത്തിട്ട് ഇങ്ങനെ മുക്കിയിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. സിമ്പിളല്ലേ, എല്ലാവരും ഇപ്പം തന്നെ ഉണ്ടാക്കിക്കോളിയേ.